അതേ, ഇവിടെ ആരുമില്ലേ? മേഡം, ഒരു നിമിഷം. ഉം? അ- ആരാ നിങ്ങള്? എന്റെ പേര് പുഷ്പ എന്നാ. ഞാൻ രാമപുരത്തു നിന്നാ വരുന്നത്. നിങ്ങളുടെ വീട്ടില് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടോന്നറിയാൻ വന്നതാണ്. നിങ്ങൾ എന്തു പണി പറഞ്ഞാലും ഞാൻ അത് അതുപോലെ ചെയ്തോളാം. ഞങ്ങളുടെ വീട്ടില് ജോലിയൊന്നും ഇല്ലല്ലോ. ഉം, അങ്ങനെയൊന്നും പറയല്ലേ മേഡം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടായി എനിക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടിനെ നന്നായി നോക്കിക്കോളാം. ശരി, എന്റെ വീട്ടിലും ജോലി ചെയ്യാൻ ആളൊന്നുമില്ല. ഞാനും ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത്. ഒരാളായതുകൊണ്ട് ഇവിടെ വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. കൂടെ ഒരാളുണ്ടെങ്കിൽ എനിക്കും ഒരു കൂട്ടാവുമല്ലോ. ശരി മേഡം, വളരെ സന്തോഷം. എന്നാ ശരി, കേറി വാ, ബാക്കിയൊക്കെ സംസാരിക്കാം. ഉം. ഉം. ശരി, അതൊക്കെ പോട്ടെ. നിന്റെ നാടെവിടെയാ? എന്റെ ശരിക്കുള്ള നാട് അങ്ങ് കാസർഗോഡാണ്. ജോലിക്കാര്യത്തിന് വേണ്ടി ഇങ്ങ് കൊച്ചിയിലേക്ക് വന്നതാ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ജോലിയും കിട്ടിയില്ല. അതുകൊണ്ട് അവസാനം വല്ല വീട്ടുജോലിയും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത്. ശരി, നീ എതുവരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ മാഡം. അതിനു മുകളിൽ പഠിപ്പിക്കാൻ എന്റെ വീട്ടിൽ കഴിവില്ലായിരുന്നു. അതൊക്കെ ശരി. നീ എന്നും വീട്ടിലേക്ക് പോയിട്ട് വരുമോ അതോ ഇവിടെ തന്നെ താമസിക്കുമോ? എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല. ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ ഇവിടെ താമസിക്കാം, അല്ല ദിവസേന ആ. പോയിട്ട് വരാൻ പറയുകയാണെങ്കിൽ അങ്ങനെ. അങ്ങനെയാണല്ലേ? ഉം. ശരി, നീ ഇവിടെ തന്നെ താമസിച്ച് വീട്ടിലെ ജോലിയൊക്കെ നോക്കൂ. ശമ്പളവും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ മാഡം. ഞാൻ എവിടെയാ താമസിക്കേണ്ടെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ശരി, നീ എന്റെ കൂടെ വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഉം. ഇതാണ് ഈ മുറിയിൽ നിന്റെ തിങ്സ് ഒക്കെ വെച്ചോ. ആ, ആയിക്കോട്ടെ മാഡം. വളരെ വളരെ നന്ദിയുണ്ട് മാഡം. അതിരിക്കട്ടെ, ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ എത്രയാ വേണ്ടത്? എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ കണ്ടറിഞ്ഞു തരുന്നത് എന്തും ഞാൻ വാങ്ങിക്കോളാം മാഡം. അങ്ങനെയാണല്ലേ? നിനക്ക് 3 നേരം ഭക്ഷണവും തന്ന് മാസം 10,000 രൂപ തരാം. മതിയല്ലോ? വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ശരിക്കും വലിയ മനസ്സാ. ഉം. ശരി, ഉം. ദേ അതാണ് എന്റെ മുറി. ഉം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്ക്. ഓക്കെ ആണോ? ശരി മാഡം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടതെന്ന് പറയൂ. ഒരു നിമിഷത്തിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം മാഡം. അതെല്ലേ, ചെറിയൊരു തലവേദന, ഞാൻ മുറി പോട്ടെ. ഒരു ചായ ഇട്ട് കൊണ്ടുവരുമോ? ആ, കൊണ്ടുവരാം മാഡം. അതെ മേഡം. ഉം. മേഡം എണീക്കൂ. ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഉം. അടിപൊളി, ചായ വളരെ നന്നായിട്ടുണ്ട്. വളരെ സന്തോഷം മാഡം. ചായ മാത്രമല്ല, വെജ്, നോൺ വെജ് പാചകവും ഞാൻ നന്നായി ചെയ്യും മാഡം. ശരി, നീ നിന്റെ മുറി പോയി റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം. ആ, ആയിക്കോട്ടെ മാഡം. ഹലോ. എടി പുഷ്പേ, നീ ഇപ്പൊ എവിടെയുള്ളേ? അതെ, ഇപ്പൊ ഞാൻ പള്ളുരുത്തിയിലെ വീട്ടിലാ ഉള്ളത്. അവിടെയാണോ? അല്ല, അവരുടെ വീട്ടിൽ ജോലിക്ക് ഒഴിവുണ്ടായിരുന്നു. ആ, ജോലിക്ക് ചേർന്നേ. അവർക്കെന്നെ ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അതൊക്കെ ഇരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്രോൾ ബങ്കിന് അടുത്തായിട്ട് ഒരു വലിയ വീട് കണ്ടില്ലായിരുന്നു? ആ വീട് തന്നെയാണോ ഇത്? ആ, അതെന്നെ, അവിടെയാ ഉള്ളത്. ശരി, ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം, കേട്ടല്ലോ? ശരി ശരി, ഫോണ് വെക്കുക. ശരി, ബൈ. ഉം.
ആരാ ഇത് ഈ നേരത്ത് വാതില് തട്ടുന്ന? ഉം. 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 ആരാത്? എടി ഞാനടി, പെട്ടെന്ന് കഥ തുറക്ക്. അതെ, എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിങ്ങൾ വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നാവില്ലേ? പ്രശ്നമൊന്നും ഞാൻ നോക്കിയോളാം. ശരി, ഇപ്പൊ നിങ്ങൾ വന്നത് ആരും കണ്ടില്ലല്ലോ അല്ലേ? ആരും കണ്ടിട്ടില്ല. ഹും. ഞാൻ അവിടുത്തെ ആ പുറയിലുള്ള കോമ്പൗണ്ടിൽ കൂടി ചാടി അവിടെയുള്ള പൈപ്പുമേ പിടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ആരും കാണാൻ സാധ്യതയില്ല. ശരി, മിണ്ടാതെ അകത്തേക്ക് വരൂ. ഉം. ശരി, വരണേ. ഉം. മിണ്ടാതെ അവിടെ ഇരിക്ക്. ഉം. ഉം. ആ, ഇപ്പൊ പറയൂ, എന്താ കാര്യം? ഇപ്പോഴല്ലേ നമ്മൾ ഫോണിൽ സംസാരിച്ച്, അപ്പോഴേക്കും എന്തിനാ ഇങ്ങോട്ട് വന്ന്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ? ശരി, അതൊക്കെ വിട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ? ആ, എല്ലാം കറക്റ്റായിട്ടാ പോകുന്നത്. ആയമ്മയെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അപ്പപ്പ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തോളാം. ശരിയല്ലേ? ശരി, ഈ വീട്ടിലെ ആ മാഡം മാത്രമേ ഉള്ളോ അത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ തൽക്കാലം മേഡം മാത്രമേ ഉള്ളൂ. മേഡം സംസാരിക്കുന്നത് നോക്കുമ്പോഴേ ഈ വീട്ടിൽ വേറെ ആരുമില്ലാന്ന് എനിക്ക് തോന്നിയത്. ഉം. എന്നാൽ എന്തിനും ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം. ഉം. ഞാൻ എന്തിനും അവരോട് സംസാരിച്ച് 2 ദിവസത്തിനകം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഉം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആരുമില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ പ്രകാരം ചെയ്യാം. ആ, അങ്ങനെ തന്നെ ചെയ്യാം. ഈ വീട്ടിലെ ഏതൊക്കെ സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കണം. പ്രധാനമായിട്ട് പണവും ആഭരണങ്ങളും ഏത് ലോക്കറിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ശരി എന്നാ. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. ഇത് നോക്ക്, ഇടയ്ക്കിടയ്ക്ക് വരല്ലേ. ഇവിടെയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പക്ഷേ നിങ്ങളുടെ സഹായം എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമായി വന്നാ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ച് ചോദിച്ചോളാം. ശരി, എന്തായാലും കോൾ ചെയ്യണം. ശരിയെന്നേ. ഉം. ഇയാൾ എന്നെ കൊടുക്കുന്ന തോന്നുന്നു. ശരി, നീ സൂക്ഷിക്കണം കേട്ടോ. ശരിയെന്നേ. ഉം. അതെ മേഡം, മേഡം എഴുന്നേക്ക്. എഴുന്നേക്ക് മേഡം. ഉം. ചായ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാലോ, നേരത്തെ എഴുന്നേറ്റ് ചായ ഇട്ട് കൊണ്ടുവന്നല്ലോ. ഉം. ഉം. മേഡം, നിങ്ങൾക്ക് പ്രാതലിന് എന്താ ഉണ്ടാക്കേണ്ടത്? ഇഡ്ലിയോ അല്ലെങ്കിൽ ദോശ എന്തേലും ഉണ്ടാക്ക്. ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ട്, അതെടുത്തുണ്ടാക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചോളാം. മേഡം പെട്ടെന്ന് റെഡിയായിട്ട് വന്നോളൂ. ശരി. ഉം. ഹാ. ഹോ. ഉം. ഹലോ, പറയൂ, സുഖായിരിക്കുന്നോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖ. നിങ്ങൾ എങ്ങനെയുണ്ട്? എടി, ഇപ്പോഴല്ലേ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടി, നീ മോനെ വിളിച്ച് സംസാരിച്ചായിരുന്നോ? ഇല്ല, 4 ദിവസം മുമ്പ് വീഡിയോ കോളിൽ സംസാരിച്ച, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. സമയം കിട്ടുമ്പോ അവൻ തന്നെ വിളിച്ചോളും. സാറ് സ്റ്റഡീസിൽ ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഞാൻ വിളിക്കാഞ്ഞത്. ശരി, നിങ്ങളെപ്പോഴാ ഇങ്ങോട്ട് വരാൻ പ്ലാൻ? ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനി എന്തായാലും ഒരു 6 മാസമെങ്കിലും കഴിയണം. ലീവ് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ ഫോൺ ചെയ്ത് പറയാം കേട്ടല്ലോ. ശരി. ശരി, എന്നാ വെക്കട്ടെ. അതെ, ഒരു മിനിറ്റ് നിക്ക്. ആ, പറഞ്ഞോ. ഒന്നുമില്ല, വീട്ടില് ജോലി ചെയ്യാൻ ഒരു ജോലിക്കാരി വെച്ചു ഏട്ടാ. ജോലിക്കാരിയോ? ഇപ്പൊ നീ മാത്രല്ലേ അവിടെ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഒരു ജോലിക്കാരി?
എന്ത് പറയാനാ, ഇത്രയും വലിയ വീട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ സഹായമായിരിക്കുമല്ലോ എന്ന് കരുതി. ആ ശരി, ഓക്കെ. നീ ഒറ്റയ്ക്കാണെങ്കിൽ വെറുതെ ടി വി വെച്ചോണ്ടിരിക്കണ്ടേ? വീട്ടിലൊരാളുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. ജോലിക്കാരിയെ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ നോക്കണം. എന്താ പറഞ്ഞ? എനിക്കും ആൾക്കാരെ ജഡ്ജ് ചെയ്യാനൊക്കെ അറിയാം. ഗ്രാമത്തിൽ നിന്ന് വന്നതാ. ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ പാവങ്ങളാ. അങ്ങനെയാണോ? ഉം, നിന്റെ ഇഷ്ടം. എന്തായാലും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ശരി, ശരി, ബൈ. ബൈ. ഹാ. മാഡം, ഉം? ഭക്ഷണം റെഡിയായിട്ടുണ്ട്. കഴിക്കാൻ വന്നോളൂ. ശരി, നീ പോയി എടുത്തു വെക്ക്. ശരി മാഡം. ഹാ. ഭക്ഷണം നന്നായിട്ടുണ്ട്. അങ്ങനെയാണോ? വളരെ സന്തോഷം. ഉം. ദിവസവും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ രുചിയിൽ ഉണ്ടാക്കി തന്നോളാം മാഡം. ഉം. ഹാ. മാഡം, ഉം. ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താ ഉണ്ടാക്കേണ്ടത്? എന്ത് വേണേലും ഉണ്ടായിക്കും, ഉം, പക്ഷെ നല്ല രുചി ഉണ്ടാവണം. മനസ്സിലായല്ലോ? ആയിക്കോട്ടെ മാഡം. നമ്മള് രണ്ടുപേർക്ക് മാത്രം ഉണ്ടാക്കിയാ പോരെ? വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. വേറെ ഇവിടെ ആരുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ആരും വരികയില്ല. ഓ, അങ്ങനെയാണോ മാഡം? ഉം. പിന്നെ മാഡം, വേറൊരു കാര്യം, നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, തെറ്റിദ്ധരിക്കരുത്. അതെയോ? എന്താ ചോദിക്കാൻ പോന്നെ? വേറെ ഒന്നുമല്ല മാഡം, അത് ഞാൻ വന്നപ്പോ മുതലേ നോക്കുന്നതാ. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാ ഉള്ളത്. ഉം. നിങ്ങളുടെ ഭർത്താവ്, കുട്ടികള് ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, അതാണോ കാര്യം? ഉം, എന്റെ ഭർത്താവ് US ജോലി ചെയ്യാ. ഉം. ഞങ്ങൾക്കാകെ ഒരു മോനേ ഉള്ളൂ. അവനിപ്പോ ജർമ്മനിയിൽ പഠിക്കുക. ഓ, അങ്ങനെയാണോ മാഡം? അങ്ങനെയാണെങ്കിൽ ഈ വീട്ടില് നിങ്ങൾ മാത്രം ഉള്ളതല്ലേ? അതെ, അതുകൊണ്ടാ നീ ജോലി ചോദിച്ച ഉടനെ എനിക്കൊരു കൂട്ടാവല്ലോ എന്ന് കരുതിയേ. അങ്ങനെയാണോ മാഡം? നിങ്ങളുടെ കുടുംബക്കാരൊക്കെ എവിടെയാ ഉള്ളത്? ബന്ധുക്കളെന്ന് പറയാൻ ഞങ്ങൾക്ക് വലുതായിട്ട് ആരുമില്ല. ഉം. ഞാൻ എന്റെ ഭർത്താവിനെ പഠിക്കുമ്പോ പ്രേമിച്ച് കെട്ടിയതാ. അതുകൊണ്ടാ ബന്ധുക്കളൊക്കെ ഞങ്ങളെ വിട്ട് ദൂരേക്ക് പോയത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഭർത്താവിന് ജോലി കിട്ടി US പോയി. ഓ. അദ്ദേഹം 6 മാസത്തിലൊരിക്കൽ ഇവിടെ വന്നിട്ട് പോവും. ഉം. ഞങ്ങൾക്ക് ഒരു മോനേ ഉള്ളൂ. അവനും ജർമ്മനിയിൽ പഠിക്കുക. അങ്ങനെയാണോ മാഡം? ശരി, ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കട്ടെ. ശരി. ഉം. അതെ മാഡം, എണീക്ക് മാഡം. പാല് കുടിച്ചിട്ട് കിടന്നോളൂ. ഉം. ആ. എന്താ നീ വീണ്ടും വന്നിരിക്കുന്നത്? ശരി ശരി, അകത്തേക്ക് വരൂ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയും. 2 ദിവസമായിട്ട് ഫോണൊന്നുമില്ലല്ലോ. എന്തു പറ്റി? അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോ? ആ, കേട്ടെന്നേ.
അവരുടെ മകൻ ഫോറിനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഭർത്താവ് ഒരുപാട് വർഷമായി US-ലാ ഉള്ളത്. അവർക്ക് അങ്ങനെ പറയുന്ന പോലെ കുടുംബക്കാരാരുമില്ല. നമ്മുടെ ജോലിക്ക് യാതൊരു ശല്യവും ഉണ്ടാവില്ല. ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം. നാളെ രാവിലെ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് ചോദിച്ചു വരും. നീ എന്തെങ്കിലും പറഞ്ഞാൽ മാഡത്തിനെ കൺവിൻസ് ചെയ്ത് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണം. ശരി, നിങ്ങളെ അങ്ങനെ എന്ത് ജോലിക്കെന്ന് പറഞ്ഞാ ചേർക്കുക? ഈ വീട്ടിൽ വേറെ ആണുങ്ങൾ ആരുമില്ലല്ലോ. ആകെപ്പാടെ 2 ലേഡീസ് മാത്രമല്ലേ ഉള്ളൂ. വെളിയിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിക്കാനായിട്ട് വന്നാലേ ഒരാണ് വാച്ച്മാനായിട്ടുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയില്ലല്ലേ? ശരി എന്നേ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങാണ്. ശരി, നീ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ശരി എന്നേ. പുഷ്പ, പുഷ്പ, പുറത്താരോ വന്നിട്ടുണ്ട് നോക്ക്. പുഷ്പ, കോളിംഗ് ബെൽ അടിക്കുന്ന കേൾക്കുന്നുണ്ടോ ഇല്ലയോ? വരാം മാഡം. മാഡം ക്ഷമിക്കണം മാഡം, അകത്ത് ജോലിയിലായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. ഞാൻ പോയിട്ട് ആരാ വന്നിരിക്കുന്നത് നോക്കാം. ആരാ വേണ്ടത്? അതെ, എന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ജോലിയോ? അങ്ങനെ ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ. ശരി, അവിടെ നിൽക്ക്, ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ട് പറയാം. പുഷ്പ, ആരാ അത്? എന്താ വേണ്ടത്? മാഡം, ഇങ്ങേർക്ക് ജോലിയില്ലാത്രേ. എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ ജോലി വേണമെന്നോ? ഇവിടെ ഒരു ജോലിയില്ലല്ലോ. അത് തന്നെ മാഡം ഞാനും ഇങ്ങേരോട് പറഞ്ഞത്. പറഞ്ഞു, എന്താ വേണ്ടത്? മാഡത്തിന്റെ നല്ല മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി തരണം മാഡം. വല്ലാതെ കഷ്ടത്തിലാണ് മാഡം. ഇവിടെ ഒരു ജോലിയില്ല. മാഡം, എനിക്ക് മാഡം ശമ്പളമൊന്നും തരണ്ട മാഡം. 3 നേരം ആഹാരം തന്നാൽ മാത്രം മതി. വിശ്വാസത്തോടെ ജോലി ചെയ്യാം മാഡം. എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. വാച്ച്മാന്റെ ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. അതെ മാഡം, ഒരു നിമിഷം അകത്തേക്ക് വരുമോ? എന്താ കാര്യം പറ. അതെ, നമ്മുടെ 2 പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ ആണൊരുത്തൻ വാച്ച്മാൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കും കുറച്ച് സുരക്ഷിതായിരിക്കാലോ. ഒരു പക്ഷേ വല്ല കള്ളന്മാരും വന്നിട്ടുണ്ടെങ്കിൽ ഇയാള് നോക്കിക്കോളും മാഡം. അതെയോ? അപ്പൊ ജോലിക്ക് വെക്കാന്നാ പറയുന്നേ? അതെ മാഡം. എങ്ങനെയായാലും ശമ്പളം വേണ്ടാന്ന് പറഞ്ഞു. 3 നേരം ഭക്ഷണം മതിയെന്നും ജോലിക്ക് എടുക്കാന്നേ. ഇത് നോക്ക്, നിങ്ങൾ ഒരുപാട് ആലോചിക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. പെട്ടെന്ന് ജോലിക്ക് ചേർത്തേക്ക്. ശരി, നീ ഇത്രയും പറയുന്നത് കൊണ്ട് അവനെ ജോലിക്ക് വെക്കാം. ശരി, നിങ്ങളെ കണ്ടിട്ട് പാവം തോന്നുന്നു. നിങ്ങക്ക് ജോലി തരാൻ കേറി വാ. ദേ നോക്ക്, നിനക്ക് ഇവിടെ 3 നേരം ഭക്ഷണം കിട്ടും. മര്യാദയ്ക്ക് ജോലി ചെയ്യണം, കേട്ടല്ലോ? ശരി മാഡം, വളരെ നന്ദി മാഡം. നീ ഈ വീട്ടിൽ തന്നെ താമസിച്ച് കള്ളന്മാരാരും ഈ വീട്ടിൽ കയറാതെ നോക്കണം, കേട്ടല്ലോ? ശരി മാഡം. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട. വീട് ഞാൻ ഭദ്രമായിട്ട് നോക്കിക്കോളാം. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല മാഡം. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. എന്താ സമയം ഇത്രയായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ? പുഷ്പ, ആദ്യം കഴിക്കാൻ കൊടുക്ക്. ശരി മാഡം. മാഡം, എന്താ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മാഡം. നിനക്ക് അകത്തൊരു മുറി കാണിക്കാം, നീ അവിടെ താമസിച്ചു. ശരി മാഡം. രാത്രിയില് വീട് സേഫ് ആയിട്ട് നോക്കണം. രാവിലെ അകത്ത് കയറി റെസ്റ്റ് എടുത്തു, കേട്ടല്ലോ? ശരി മാഡം. കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് ദൈവത്തെ പോലെയല്ല മാഡം ജോലി എന്നത്. എന്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി മാഡം, ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തോളാം. ശരി, മര്യാദയ്ക്ക് ജോലി ചെയ്തോണം. ഞാൻ വാക്ക് തരുന്നു മാഡം.
എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ശരി, അകത്തേക്ക് വരൂ. നിങ്ങൾ ഇങ്ങനെ എന്റെ റൂമിലേക്ക് വരുന്നത് മേഡം എങ്ങാനും കണ്ട പ്രശ്നമാവുന്നേ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി ഞാൻ നോക്കിക്കോളാം. അല്ല, ഇവിടുത്തെ സ്വർണ്ണപ്പണമൊക്കെ എവിടാണെന്ന് ചോദിച്ചായിരുന്നു? ഇല്ലെന്നേ, ജോലിക്ക് ചേർന്ന് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ അതൊക്കെ ചോദിച്ചാൽ ഡൗട്ട് വരും. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ശരി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവരെന്നെ മുഴുവനായിട്ടും വിശ്വസിക്കാൻ ആരംഭിക്കും ഞാൻ ചോദിച്ചോളാം. ശരിയല്ലേ? ശരി ശരി. ആ മേഡത്തിന് നിന്റെ മേലെ യാതൊരുവിധ സംശയം ഉണ്ടാകാതെ നീ നോക്കിക്കണം, കേട്ടല്ലോ? ഒരു പക്ഷെ ഡൗട്ട് എങ്ങനെ തോന്നിയാൽ നമ്മുടെ കഥ അതോടെ കഴിയും. മനസ്സിലായോ? ഓക്കെ എന്നേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ഇതെന്താ, വാച്ച്മാനെ എവിടെങ്ങും കാണുന്നില്ലല്ലോ. വാതില് തുറന്നിട്ടിട്ട് എങ്ങോട്ടാ പോയത്? ശരി, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ? ഈ ബെഡ് നല്ല ഭംഗിയുണ്ടല്ലേ? എന്താ, നീ ഓക്കെ ആണോ? ശരി, നിങ്ങളുടെ ഇഷ്ടം. പുഷ്പ, 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 വാതില് തുറക്ക്. അയ്യോ, മേഡം വാതിൽ തട്ടുന്നുണ്ടല്ലോ. പെട്ടല്ലോ. ഈശ്വരാ. ശരി, നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. എന്ത് ഒളിച്ചിരിക്കാനോ? എടി, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അവരകത്തേറിയ പൊക്കുടി. എടി, എന്തെങ്കിലും പറഞ്ഞു. എന്തിനു പിന്നാലെ വരുന്നത്? എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നോക്ക്. ചെറിയ റൂമിൽ എവിടെ ഒളിക്കാനാ? ശരി, ആ വാതിലിന്റെ പിന്നിലെങ്ങാനും ഒളിക്ക്. അയ്യോ, എവിടെ അവര് കാണാനില്ലല്ലോ. എന്തു പറ്റി മേഡം? ഇനി നിങ്ങൾ ഉറങ്ങിയില്ലേ? വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം എടുത്തോണ്ട് തരുമോ? തരൂ മേഡം, ഇപ്പൊ കൊണ്ടുവന്ന് തരാം. അല്ല, ഈ വാച്ച്മാന്റെ മുറി തുറന്നു കിടക്കുന്നല്ലോ. അവനീ നേരത്തെ എങ്ങോട്ടാ പോയേ? അറിയില്ലല്ലോ മേഡം, ചിലപ്പോ ബാത്റൂമിലെങ്ങാനും പോയി കാണും. ശരി ശരി, നീ പോയി വെള്ളം എടുത്തോണ്ട് വാ. ആ, ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. ഇവനിത് എങ്ങോട്ടാ പോയത്? അമ്മേ, സ്വല്പം നേരം കൊണ്ട് മനുഷ്യന്റെ ജീവൻ തന്നെ അങ്ങ് പോയി. എന്റെ അമ്മേ. അതേ മേഡം, വെള്ളം കുടിക്കുന്നേ. പുഷ്പ, ഈ വാട്ടർ ബോട്ടിൽ എടുത്തോണ്ട് പോയി എന്റെ മുറിയിൽ വെച്ചേക്ക്. എപ്പോഴാ ദാഹിക്കാന്ന് ഒരു പിടുത്തവും ഇല്ല. ശരി മാഡം. അയ്യോ, അവര് വീണ്ടും വരുവാണോ? എന്റെ അമ്മേ, നീയായിരുന്നു? മാഡം റൂമിലേക്ക് പോയോ? എന്റെ ജീവൻ തന്നെ അങ്ങ് പോയി. ഒരുപക്ഷെ അവരെങ്ങാനും നമ്മളെ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ തകർന്ന് തരിപ്പണമായേനെ. ഭഗവാൻ രക്ഷിച്ചു. അതേനെ, ഞാനും ഒരു നിമിഷം കൊണ്ട് വല്ലാതെ പേടിച്ചു. ഇത് നോക്ക്, നിങ്ങൾ ഉടനെ തന്നെ റൂമിലേക്ക് പൊയ്ക്കോളൂ. മേടെങ്ങാനും തിരിച്ചു വന്നാ നമ്മൾ ചിലപ്പം പിടിക്കപ്പെട്ടേക്കും. മനസ്സിലാവുന്നുണ്ടോ? ശരി ശരി, പെട്ടെന്ന് പോന്നേ. നീ മാറ.
ഈശ്വരാ. ആ. എങ്ങനെയെങ്കിലും മേഡത്തിന് സോപ്പിട്ട് ആഭരണവും പണമൊക്കെ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കണം. എന്നാലേ വന്ന കാര്യം എളുപ്പത്തിലാക്കാൻ പറ്റൂ. എന്തടി കഴിക്കാനോ റെഡിയായോ? ഇല്ലെന്നേ, മേഡം ചായ ചോദിച്ചു, അത് കൊണ്ടുപോവാ. ശരി, പോയി കൊടുത്തിട്ട് വാ. ഉം. അതെ മേഡം, മേഡം എഴുന്നേക്ക്. ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഉം. അതെ മേഡം, ഇന്ന് ടിഫിൻ എന്താ ഉണ്ടാക്കേണ്ടത്? ടിഫനോ? ദോശ ഉണ്ടാക്കിയാലോ? ആ, ചെയ്തോളാം മേഡം. അല്ല, ആ വാച്ച്മാൻ എവിടെ പോയി? അദ്ദേഹം താഴെയുണ്ട് മേഡം. അതെയോ? എന്നാ ശരി. അയാൾക്കിപ്പോ വല്ല ജോലിയുണ്ടോ ഇവിടെ? ഉണ്ട് മേഡം, വീട്ടിലെ പച്ചക്കറിയൊക്കെ തീർന്നുപോയി. അദ്ദേഹത്തെ മാർക്കറ്റിൽ പറഞ്ഞയച്ചാലോന്ന് വിചാരിക്കുക. അതെയോ? ശരി. അയാളോട് പെട്ടെന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാൻ പറ. നീ പോയി ടിഫൻ ഉണ്ടാക്ക, ഞാൻ കുളിച്ചിട്ട് വരാം. ആ ശരി മേഡം. എന്താ, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തോ? പിന്നെ അതിനല്ലേ പോയത്. ശരി, പണവും ആഭരണമൊക്കെ എവിടെന്ന് ചോദിച്ച് മനസ്സിലാക്കിയോ? നിക്കന്നേ, ഇങ്ങനെ ധൃതി വെച്ച് ആകെ പ്രശ്നത്തിലാവും. മേഡത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ പോയി അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവരെന്നെ സംശയിച്ചേക്കും. എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഒച്ച വെക്കണ്ട, പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കേ. എത്ര നാളെന്ന് വെച്ചാ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിയുന്നത്? കിട്ടുന്നത് പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ട് പണി തുടങ്ങാനുള്ളതാ. അതെ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുന്നേ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. നമ്മളെങ്ങാനും പുറത്തിറങ്ങിയ എപ്പോ ഏത് കേസിൽ പിടിക്കപ്പെടുന്നു പേടിയായിരിക്കും. അയ്യോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതാ സുരക്ഷിതമെന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് കള്ളത്തരൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്തോന്ന്, ഈ വീട്ടിലെ ജോലിക്കാരിയായിരിക്കാനോ? എടീ, നീ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനേ പാടില്ല. ആ ഐഡിയ ഒന്നും നമുക്ക് സെറ്റാവില്ല, മനസ്സിലായോ? പുഷ്പ, ടിഫൻ റെഡിയായോ ഇല്ലയോ? ആ റെഡിയായി മേഡം, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആ ശരി, മേഡം കഴിക്കാൻ വന്നിരുന്നു. ഞാൻ ടിഫിൻ എടുത്തോണ്ട് പോട്ടെ, നിങ്ങളുടെ പണി നോക്ക്. മേഡം. അല്ല, ആ വാച്ച്മാൻ എവിടെ? കിച്ചണിൽ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞ് നേരെയാക്കാൻ പറഞ്ഞിരുന്നു. അത് നേരെയാക്കിക്കൊണ്ടിരിക്കുക. ഓ, അത് ശരി. ശരി, എന്നൊന്ന് വിളിച്ച്. അയാളെ പച്ചക്കറി വാങ്ങാൻ അയക്കണമെന്ന് പറഞ്ഞില്ലേ? അതെ മേഡം, ശരി, അവരോട് ഞാൻ വരാൻ പറയാം. അതെ, മേഡം നിങ്ങളെ വിളിക്കുന്നു, ചെല്ല്. എന്തു പറ്റി? ഇവിടുത്തെ ജോലിയൊക്കെ ഇഷ്ടമായോ? സെറ്റായോ? അതെ മാഡം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി മാഡം. ഇതുപോലുള്ള ജോലിയും ഭക്ഷണവും ഒക്കെ വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല മാഡം. ശരിക്കും ഭഗവാൻ തന്നെയാണ് എന്നെ മാഡത്തിന്റെ അടുത്തേക്ക് അയച്ചത്. ശരി, നീ ആരാ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരു വിശ്വാസത്തിന്റെ പേരില രണ്ടുപേരും ഞാൻ ജോലിക്കെടുത്തത്. മര്യാദയ്ക്ക് വിശ്വാസത്തോടെ ജോലി ചെയ്യണം, കേട്ടല്ലോ? ശരി മാഡം. അതൊക്കെ പോട്ടെ, ഭക്ഷണം കഴിച്ചോ? ഇതുവരെ കഴിച്ചില്ല മാഡം. പുഷ്പ മേഡം, ഇങ്ങേർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്ക്. ആ ആയിക്കോട്ടെ മേഡം. ശരി, പോയി ടിഫിൻ കഴിക്കേ. ആ ശരി മാഡം.
ഉം. ശരി, ഉം. എനിക്ക് വേറെന്തെങ്കിലും ജോലിയുണ്ടോ? ഉണ്ട്. മാർക്കറ്റിൽ പോയി പച്ചക്കറിയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ടുവരണം. അത് വാങ്ങാൻ കാശാര് തരും? മേഡത്തിനോട് ചോദിച്ചിട്ട് വാങ്ങിത്തരാം. വരൂ. ഉം. അതെ മേഡം, ഉം, വാച്ച്മാനെ മാർക്കറ്റിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞില്ലേ? ഉം. നിക്ക്, ഞാൻ പോയി കാശ് എടുത്തോണ്ട് ഉം. ദാ ഇത് വെച്ചോ. ശരി മാഡം, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് മേഡം ഇത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ. തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ ഉണ്ടാവോ അല്ല അതിന് മുഴുവൻ കുടിക്കുമെന്ന് ദൈവത്തിനറിയാം. ശരി, കാത്തിരുന്ന് കാണാം. മേഡം, ഞാൻ അകത്ത് പോയി ജോലി നോക്കട്ടെ. ആ ശരി. ഉം. എല്ലാം വാങ്ങിക്കൊണ്ടു വന്നോ? എന്നാ നീ പറഞ്ഞ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ശരി, ബാക്കി പൈസ എവിടെ? ഡീ, എനിക്ക് കാശ് തന്നത് മാഡം അല്ലേ? ബാലൻസ് ചെയ്യാൻ മാഡത്തിനെ തന്നെ കൊടുത്തു. അയ്യടാ, നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആളൊന്നും അല്ലല്ലോ. പൈസ എന്താ ചെയ്ത്? ബാക്കി പൈസക്കെങ്ങാനും നിങ്ങൾ കള്ളു ഷാപ്പിൽ പോയി കള്ളു കുടിച്ചോ? ഡീ, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ മാഡത്തിന്റെ ബാലൻസ് കാശ് കൊടുത്തോളാം. അതെ, ചോദിക്കുന്നു കേട്ടില്ലേ? എനിക്ക് താ. അതൊന്നും തരാൻ പറ്റില്ല. പോ. മര്യാദയ്ക്ക് തരുന്നുണ്ടോ നിങ്ങൾ? എടി, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മിണ്ടാരി. തന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് വേറെയാ. വിശ്വാസം ഇവിടെ ഒരു കാശും ഇന്ന് പിടിച്ചു. എന്താ പുഷ്പ? ഒന്നുമില്ല മേഡം, ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ ബോറടിച്ചു. അതാ സംസാരിച്ചോണ്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചു. ശരി, ഇരിക്കും. മേഡം, എനിക്കൊരു ഡൗട്ട്. എന്താ പുഷ്പ? ഇത്രയും വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്. കൂടെ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? തുടക്കത്തിലൊക്കെ എനിക്കും ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കാരണം കൂട്ടിന് നീയും വാച്ച്മാനും ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇത്രയും പൈസ ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാ മേഡം ഇത്ര സിമ്പിൾ ആയിട്ടുള്ളത്? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ ആളുകളുടെ സ്വഭാവം മാറും. പക്ഷെ നിങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ല ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ വീട്ടിൽ വേറെ ജ്വൽസ് ഒന്നുമില്ലേ? ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വരാൻ പോകുന്ന മരുമോൾക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുക. എനിക്ക് വീട്ടിലുള്ളപ്പോ മറ്റുള്ളവരെ പോലെ ജ്വൽസ് വാരിയിടാൻ ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴേലും വല്ല ഫംഗ്ഷനും പോകുമ്പോ മാത്രമേ ജ്വൽസ് ഒക്കെ ഇടൂ. അങ്ങനെയാണെങ്കിൽ മേഡത്തിന്റെ അടുത്ത് ഒരുപാട് ജ്വൽസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആ, എല്ലാ ജ്വൽസും ഉണ്ട്. ചെയിൻസ് ഉണ്ട്, നെക്ലസ് ഉണ്ട്, ഹാരമുണ്ട്. അതൊക്കെ ശരി മേഡം. അതൊക്കെ പുതിയ ഡിസൈൻസ് ആണോ പഴയ ഡിസൈൻസ് ആണോ? അല്ല, എല്ലാം പുതിയ ഡിസൈൻസാ. അതൊക്കെ നീ കണ്ടെന്ന് വെച്ചോ, നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എനിക്ക് നിങ്ങളുടെ ജ്വൽസ് ഒക്കെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഒന്ന് കാണിക്കാമോ മേഡം? അതെയോ? എന്നാ ഞാൻ ഒരു ദിവസം ഉറപ്പായും കാണിക്കാം. വളരെ സന്തോഷം. ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരുപാട് ജ്വൽസ് ഒന്നും ഇല്ലാന്നാ വിചാരിച്ച്. നീ അങ്ങനെയാണോ കരുതിയേ? എന്റെ അടുത്ത് എന്തുമാത്രം സ്വർണ്ണം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ കാണിക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യും മേഡം, ഞാൻ ഈ പച്ചക്കറി അരിഞ്ഞിട്ട് വരാം. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ നിനക്ക് കാണിക്കാൻ. വാ, പോവാം. ഇപ്പൊ വരാം മേഡം. വേഗം വാ. ആ ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? ഇത് മാത്രം 2 പവനാ.
പിന്നെ ഈ മോതിരം ഇല്ലേ, ദേ നോക്ക്. ആ. ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? കണ്ടോ, പഴയതാണെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. നോക്ക്, നന്നായിട്ടുണ്ടോ? ആ നന്നായിട്ടുണ്ട് മാഡം. ദേ ഈ നെക്ലസ് കണ്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കണ്ടോ, എത്ര മൈന്യൂട്ട് ആണെന്ന്. കണ്ടോ? നന്നായിട്ടുണ്ട്. ഇത് 7 പവന്റെ അടുത്തുണ്ട്. വെഡിങ് ഡേക്ക് വാങ്ങിയതാ. ഇത് കണ്ടോ, എന്റെ അമ്മ. മറ്റൊരു നെക്ലസ് കണ്ടോ, ഇതില് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? ഈ നെക്ലസ് മാത്രം 6 പവനുണ്ടാവും. ഡയമണ്ട്സ് ഒക്കെ തനിച്ച് നോക്കണം. ദേ നോക്ക്. നിക്ക്, ചെയിൻ കാണിക്കാം. എങ്ങനെയുണ്ട്? മാഡത്തിന്റെ അടുത്തുള്ള എല്ലാ ജ്വൽസും നന്നായിട്ടുണ്ട്. ഡിസൈൻ ഒക്കെ പുതിയതാ. ഇതൊരു 10 പവനുണ്ടാവും. 10 പവനോ? എങ്ങനെയുണ്ട്? ആ ഇത്രയും ജ്വൽസ് ഉണ്ടായിട്ടും എത്ര സിമ്പിൾ ആയിട്ടാ നിങ്ങളുള്ളത്. നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയിനും നെക്ലസും ഒന്നും ഇടാത്തത് കൊണ്ട് എനിക്ക് സ്വർണങ്ങളൊന്നും ഇല്ലെന്ന് കരുതിയല്ലേ? ആ, ഇപ്പൊ കണ്ടില്ലേ എന്തുമാത്രം ജ്വൽസ് ഉണ്ടെന്ന്. ഉം. ഈ ആഭരണങ്ങൾ കണ്ടപ്പോ നിനക്ക് അത്ഭുതം തോന്നുന്നോ? അതേന്നേ, ശരിയാ മാഡം. ഒരു നിമിഷം ഞാൻ ഇതൊക്കെ കണ്ടപ്പോ തല ചുറ്റി എനിക്ക്. അതെയല്ലേ, ശരി. നീ പോയി ജോലി നോക്ക്. ലഞ്ച് റെഡിയായോണ്ട് എന്നെ വിളിക്ക്. ഉം. ആ, ശരി മാഡം. ഉം. ഛേ, ഈ സ്ത്രീയെ പറ്റി ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്റെ അമ്മോ, ഈ സ്ത്രീയുടെ അടുത്ത് എന്തുമാത്രം ആഭരണങ്ങളാ! ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ആ ജൊല്ലുകളൊക്കെ അടിച്ചു മാറ്റണം. അതിനിപ്പോ എന്താ ചെയ്യുക? കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മൊത്തം ആഭരണവും അടിച്ചു മാറ്റണം. ആ, ആദ്യം അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഉം. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. വളരെ താങ്ക്സ് മാഡം. അതെ, എണീറ്റ് അകത്തേക്ക് വാ, ഭക്ഷണം തരാം. ശരി, ആ മാഡം കഴിച്ചായിരുന്നോ? ആ, അവര് കഴിച്ചു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്കുക. മണി 2 നിങ്ങൾ വാ, നമുക്ക് കഴിക്കാം. ശരി, വാ കഴിക്കാം. ഉം. ഉം. അതെ, ഉം? കഴിച്ചു കഴിഞ്ഞതും അകത്തേക്ക് വാ, നിങ്ങളോടൊരു കാര്യം പറയണം. അങ്ങനെയാണോ? എന്താ കാര്യം? അതെ, ആദ്യം കഴിക്ക്, അകത്ത് പോയി സംസാരിക്കാം. ആ, ശരി. ഇരിക്കുന്നേ. ഉം. എന്താ പറയാനുള്ളത്? അതെ, മേഡം ആഭരണങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കൊള്ളാമല്ലോ. എങ്ങനെ? രാവിലെ ആ മേഡത്തിനോട് ആഭരണത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ തന്നെ അവര് എന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി ആഭരണങ്ങളൊക്കെ കാട്ടി തന്നെ. അങ്ങനെയാണോ? അല്ല, എന്തുമാത്രം ആഭരണങ്ങളുണ്ട്? അത് ഒരുപാടുണ്ടെന്നേ. ഏകദേശം ഒരു 100-150 പവൻ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ഹാൻഡ് ബാഗ് മുഴുവൻ ആഭരണങ്ങളുണ്ട്. ആ, അങ്ങനെയാണോ? ശരി, അപ്പൊ എത്രയും പെട്ടെന്ന് ആ ആഭരണങ്ങൾ അടിച്ചു മാറ്റാം അല്ലേ? ഒന്ന് ക്ഷമിക്കെന്നേ. ഇപ്പൊ തന്നെ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെയാണ് അവര് സംശയിച്ചേക്കുക. അത് ശരിയാണ്. പക്ഷെ ഇത് എപ്പോഴാണ് അടിച്ചു മാറ്റുന്നത്? ഒന്ന് ക്ഷമിക്ക്. ശരിയായ സമയം വരുമ്പോ എല്ലാം അടിച്ചു മാറ്റി പോവാ. ധൃതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുടുക്കിലാവുക. കുറച്ചു ദിവസം പോട്ടെ. നീ ഒന്ന് പോയേ. ആഭരണം എവിടെ നിൽപ്പം നമുക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് നിർത്തുന്ന സ്ഥലം ഇവിടെ എവിടെ? ഉം.
നീ എന്താ ഇതിന് മാത്രം ആലോചിക്കുന്നത്? കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഈ വീട്ടിലെ സ്വർണ്ണവും ആഭരണങ്ങളൊക്കെ എവിടാന്ന് അറിയുന്നതുവരെ മാത്രമേ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടുള്ളൂ. വച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ? ഇനി വെയിറ്റ് ചെയ്യരുത്. ശരി, വരൂ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. മേഡം, 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 ഇത് പുഷ്പയാണ്. വാതിൽ തുറക്കൂ. എന്താ ഈ സമയത്ത്? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് വാതിൽ തുറക്കൂ. ആ. എന്തു പറ്റി? പേടിക്കണ്ട മേഡം, അകത്തൊരു ചെറിയ പണിയുണ്ട്. എന്ത് പണി? നിങ്ങളൊന്ന് അകത്തേക്ക് കയറ്, ഞാൻ അകത്തു വന്ന് പറയാം. എന്താ? അതെ, നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വരേക്കണോ മാറിക്കേ. ഉം. വാച്ച്മാൻ, നീ എന്തിനിപ്പോ ഡോർ അടച്ചത്? പേടിക്കണ്ട മേഡം, ഒരു ചെറിയ ജോലിയാണ്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോക്കോളാം. എന്തൊക്കെയാ നീ പറയുന്നേ? ചെറിയ പണിയോ? എന്ത് പണി? നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ രാവിലെ എനിക്ക് കാണിച്ചു തന്നില്ലേ? വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചു തരാമോ? എന്താ? വീണ്ടും ആഭരണങ്ങൾ കാണിക്കണമെന്നോ? എന്തിനാ കാണിക്കണ്ടേ? ദേഷ്യപ്പെടല്ലേ മേഡം, ഇദ്ദേഹത്തിനും ആ ആഭരണങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊന്നും കാണിക്കാൻ പറ്റില്ല. നീ ആഗ്രഹിച്ചത് കൊണ്ട് കാണിച്ചതാ എന്നും പറഞ്ഞ് വാച്ച്മാനെ ഒക്കെ കാണിക്കാൻ പറ്റുമോ? നീ ഇതിനെ ആവശ്യമില്ല ഇപ്പൊ സംസാരിക്കുന്നേ. ഇപ്പൊ എടുത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ? നീ ഇപ്പൊ അത് എടുത്ത് തന്നില്ലെങ്കിലോ നിന്നെ ഇവിടെ വെട്ടി പീസ് പീസാക്കി അരിഞ്ഞിടും ഞാൻ. എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും? എന്താ എന്തൊക്കെയോ പറയുന്നേ? നോക്കേ, ഞങ്ങൾ രണ്ടുപേരും നീ വിചാരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ നല്ല പ്ലാനൊക്കെ തയ്യാറാക്കി ഏത് വീട്ടിലാണ് സ്ത്രീകൾ തനിച്ചുള്ളത് അവിടെ വേലക്കാരായിട്ട് എന്ന് അവിടുത്തെ ആഭരണങ്ങളൊക്കെ അടിച്ചോണ്ട് വരും. ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലൊക്കെ ചെയ്തിട്ടുള്ളവരാ. ഞങ്ങളുടെ മേലിൽ ഒരുപാട് കേസുകളും ഉണ്ടടി. ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ജാമ്യം എടുത്ത് പുറത്തു വന്നത്. വന്നപ്പോ തന്നെ ആദ്യം കണ്ണിപ്പെട്ടത് നിന്റെ വീടാ. അതുകൊണ്ടാണ് നിന്റെ വീട് ജോലിക്കാരായിട്ട് വന്നത്. ഇവള് വേറെ ആരുമല്ല, എന്റെ ഭാര്യയാ. ഞങ്ങൾ വന്ന പണി പെട്ടെന്ന് തന്നെ തീർന്നു. നീ വേഗം ചെന്ന് ആ ആഭരണങ്ങൾ ഇരിക്കുന്ന ബാഗ് എടുത്തോണ്ട് പോവാ. നീ കൊണ്ട് തന്നില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ആ ബാഗ് കൊണ്ട് ഞങ്ങൾ പോകും. അനുസരിച്ചാ നിനക്ക് നല്ലത്. നോക്ക് വാച്ച്മാൻ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ? വരുമ്പോ ഭക്ഷണം മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഡീ, ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് പോയി ആ ബാഗ് എടുത്ത് എന്നെ താടി എടുത്തിട്ട് പാടി. തന്നില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ നിന്റെ ശവമായിരിക്കും വീഴാൻ പോകുന്നേ. കല്ലുപോലെ നിൽക്കുകയാണോ? പോയി ആ ആഭരണം എടുത്തിട്ട് പാടി. വെറുതെ കുറച്ച് സ്വർണത്തിന് വേണ്ടി നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തണ്ട, മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് പോയി നീ വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വരാൻ. നോക്ക്, ഈ മഹാപാപം നിങ്ങളെ വെറുതെ വിടില്ല. ആ, അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചോളാം. നീ പോയി ബാഗ് എടുത്തോണ്ട് വാ. കുറെ നേരം ആയല്ലോ പറയുന്നത്. പോയി എടുത്തിട്ട് പാടി. മര്യാദയ്ക്ക് പറയാൻ നിനക്ക് മനസ്സിലാവില്ലേ? പോയി എടുത്തോണ്ട് വരാൻ. കൊണ്ടുവന്നില്ലോട്ടോ നിന്നെ വെട്ടി കൊന്നു കളയും. പോയി എടുത്തിട്ട് പാടി പെട്ടെന്ന്. ആ, പെട്ടെന്ന് എടുക്കേ. എന്താണ് താമസിക്കുന്നത്? എന്തൊരു അന്യായം കാണിക്കുന്നേ. ഇങ്ങോട്ട് താഴി. എന്റെ അമ്മോ, ഇത് കുറെ ഉണ്ടല്ലോ. ഞങ്ങൾ നിന്റെ ആഭരണങ്ങൾ എടുത്തിട്ട് പോയത് നീ നിന്റെ ഭർത്താവിനടുത്ത് പോലീസിനടുത്ത് പറഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടി കൊന്നുകളയും ഞാൻ. മനസ്സിലായോടി? അടങ്ങിയിരുന്നോണം കേട്ടല്ലോ. നിങ്ങളുടെ ഭർത്താവ് ഫോറിനിലല്ലേ ജോലി ചെയ്യുന്നത്? 2 വർഷം പണം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ആഭരണങ്ങൾ ഒരുപാട് വാങ്ങാലോ. ഞാൻ വീണ്ടും പറയുകയാണ്, പോലീസിനോട് ഇക്കാര്യം പറഞ്ഞാൽ പിന്നെ നിന്റെ ശരീരത്തിൽ ജീവൻ കാണില്ല. അതെ, ഒന്ന് വേഗം വാ. അയ്യോ, പാവാണെന്ന് കരുതി വീട്ടിലെ ജോലി കൊടുത്തപ്പോ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ഈശ്വര. ഞാനിനി എന്ത് ചെയ്യും? ആരാ എന്താന്ന് അന്വേഷിക്കാതെ ജോലി കൊടുത്തതിന് എനിക്കിതൊക്കെ വേണം. ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അപ്പോഴേ എന്റെ ഭർത്താവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്റെ ഈശ്വര, ഞാൻ അദ്ദേഹത്തോട് ഇനി എന്ത് പറയും?